ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്ന കമൻറ്റിലൊക്കെ വീടിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഹോം ടൂർ കാണിക്കുമെന്നില്ലേ? പിന്നെ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. വീടില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ കേട്ടോ, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ വീടെടുക്കാൻ പറ്റാണ്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, വീടെടുക്കാൻ വലിയ ചിലവൊന്നുമില്ല. മറ്റുള്ളവരെ പോലെ വീടെടുക്കാനാണ് എക്സ്പെൻസ്. നമ്മൾ ഈ വീട് മൊത്തം എല്ലാ പണിയും ഉൾപ്പെടെ ഒരു 8 ലക്ഷത്തിൻ്റെ ഉള്ളിൽ, അതായത് അതെ ഏകദേശം അതിൻ്റെ ഉള്ളിലേ ആയുള്ളൂ, പുറത്തായിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ വീട് കാണുമ്പോൾ പലരും ഞങ്ങളോട് തന്നെ ചോദിച്ചു, ഇത് വീട് തന്നെയാണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ, ഗോഡൗൺ ആണോ, പലതും ചോദിച്ചിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് അതിലൊന്നും വിഷമമൊന്നുമില്ല. ഞങ്ങളിവിടെ ഹാപ്പിയാണ്. 2 റൂമുണ്ട്, 2 കിച്ചൺ ഇപ്പോൾ ഉണ്ട്, ഇത്രയും വലിയ കോലായി ഉണ്ട്, ബാത്റൂം ഒന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ, വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കടം വരുത്തിയിട്ട് വലിയ കൊട്ടാരം എടുക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മളെ അടുത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ചുള്ള എടുത്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ വാടകയ്ക്കല്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും വീടാക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മറ്റുള്ളവരെ ചിലപ്പോൾ ചോദിക്കുകയൊക്കെ ചെയ്യായിരിക്കും, മറ്റുള്ളവരെ വീട് പോലെ ആയിരിക്കില്ല. അതൊന്നും കാര്യമില്ല. നമുക്ക് നിൽക്കാനുള്ള ഒരിടം എന്നുള്ള ഇതിലാണ് അതൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത നമുക്ക് നമ്മുടെ വീടിൻ്റെ കാര്യത്തിലേക്ക് വരാം. 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വീട് കാണിച്ചു തരാം. അതായത് ഈ വീടുണ്ടായ ഒരു സാഹചര്യം ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് നമ്മൾ ഈ വീടിൻ്റെ പണിയൊക്കെ കഴിച്ചതില്ലേ. ഈ 3 വർഷമല്ലായില്ലേ? നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് തന്നെ 2 വർഷമായില്ലേ? 1 വർഷം നമ്മളിവിടെ നിൽക്കുകയും ചെയ്തു യൂട്യൂബിൻ്റെ മുമ്പ്. അപ്പോൾ അതായത് യൂട്യൂബിലൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് ഈ വീട് ഉണ്ടാക്കിയത്. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്ന സമയത്ത് എൻ്റെ ജന്മനാട് വടകരയാണല്ലോ. അപ്പോൾ അവിടുന്ന് ഉമ്മയൊക്കെ മരിച്ചതിന് ശേഷം മിന്നുവിൻ്റെ നാട്ടിലേക്ക് വന്ന് ഇവിടത്തേക്ക് വന്ന് ഞാനും അനിയനും ഒക്കെ. എന്നിട്ട് ഞങ്ങൾ വാടകയ്ക്ക് നരിക്കുനി കാവുംപോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വാടകയ്ക്ക് നിൽക്കുകയാണ് 1 വർഷത്തോളം അല്ലേ. അവിടെ വാടകയ്ക്ക് നിന്ന് അതിനുശേഷം എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു സെറ്റപ്പ് ഒരു വെച്ച് കെട്ടിയിട്ടൊരു സാധനം ചെയ്താൽ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടുമല്ലോ വീടുണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ പണി. അപ്പോൾ അങ്ങനെ പണിയൊക്കെ തുടങ്ങിയാലോ ഇതിപ്പോൾ വെച്ച് കെട്ടിയതുമല്ല വീടുമല്ല എന്നുള്ള രൂപത്തിലായിപ്പോയി അല്ലേ. ഉള്ളിലെല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടൂല എന്നുള്ള രീതിയിൽ ഉള്ളൊരു വീടായിപ്പോയി. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഫ്രണ്ടിൽ കോലായി ഒന്നും ഇല്ലേനു. കോലായി നമ്മൾ എക്സ്ട്രാ പിന്നെ കെട്ടി. അതിനുശേഷം മഴ കൊള്ളാണ്ടൊക്കെ മുകളിൽ താർപ്പായും കെട്ടി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആദ്യത്തെ വീടിൻ്റെ ഒരു ലുക്ക്? വേണമെങ്കിൽ എനിക്ക് സൈഡിൽ വീഡിയോ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. അങ്ങനെയുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ഇവിടെ തേച്ചിക്കൊന്നുമില്ല, കാർപ്പറ്റ് ഇട്ടതായിരുന്നു കോലായിലൊക്കെ. അപ്പോൾ മിന്നുവിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഷീറ്റ് ഇടണമെന്നില്ലേ. യൂട്യൂബിൽ വന്നേരം തൊട്ട് ആൾ ആഗ്രഹിക്കുന്ന ഞാൻ ഷീറ്റ് ഇടണമെന്നൊക്കെ. പിന്നെ നായ്ക്കളൊക്കെ വന്ന് കോലായി കിടക്കും, അങ്ങനെ ഭയങ്കര ഒരു ഇടങ്ങാറായിരുന്നു. പിന്നെ കോലായിൽ ഇപ്പോൾ ആടുന്ന ഒരാൾ നോക്കുമ്പോൾ എന്തോ ഒരു താറപ്പായിൽ ഇങ്ങനെ തൂക്കിയിട്ട് എന്തോ ഇതായിട്ട് എന്തോ ഒരു വീടിൻ്റെ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ തന്നെയാണ്. വീടിൻ്റെ മുമ്പിൽ വീട് മറച്ചുകൊണ്ട് താറപ്പായി വരുമ്പോൾ എന്താ ഒരു നെഗറ്റീവ് ഫീൽ തന്നെയാണ്, സത്യമാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചേനു ഇവൾ പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ മാറ്റണമെന്ന്. പക്ഷേ ഇവളറിയാണ്ട് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. കാരണം കുറച്ച് പൈസ ഓളോട് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് റെഡിയാക്കി സെറ്റാക്കി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഓരോന്നും കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീട് ഞങ്ങൾ പറഞ്ഞല്ലോ, പലരും ചോദിച്ചിരിക്കും ഇത് വീട് തന്നെയാണോ അല്ലേ വേറെ എന്തെങ്കിലും ആണോ. അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്കിത് ഞങ്ങളുടെ സ്വർഗ്ഗമാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം സെറ്റാണ് ഞങ്ങൾക്ക്. ഓക്കെ, നമുക്ക് വീട് കാണിക്കൽ തുടങ്ങല്ലേ. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും 2 വാക്ക് പറയണോ? ഓരോണ്ടാൻ വിചാരിക്കണം നിഞ്ച കഥാപ്രസംഗം കേൾക്കുവാനല്ലേ ആളിത് കാണുന്നത്. വീട് കാണും. ഇതാണ് നമ്മളെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട് വ്യൂ കേട്ടോ. പണ്ടത്തെ വ്യൂ എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? സൈഡിൽ എനിക്ക് ചെറുങ്ങനെ കാണിച്ചു തരാം. പണ്ട് അങ്ങനെയായിരുന്നു. അൽഹംദുലില്ലാ. ഇപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്തെന്താ വെച്ചാൽ കാറാടെ വെക്കുകയും ചെയ്യാം. പിന്നെ ബൈക്കൊക്കെ മഴ നനയാണ്ട് വെക്കുക. പിന്നെ ചളിയൊക്കെ അങ്ങ് ഉള്ളിലേക്ക് കയറിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടതാ. പിന്നെ ഇവിടെ ഇങ്ങനെ ചേതി പോലെയും കെട്ടിയാടുന്ന ഒതുകൊടുത്തൊക്കെ നേരെയും കയറാമല്ലോ. അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ മൂവിങ് ആയിട്ടുള്ള പെയിൻ്റ് അടിച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രില്ല് വെച്ചതെന്ന് വെച്ചാൽ അവർ നായ്ക്കളൊന്നും ഇങ്ങനെ കയറാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ നിലത്തിങ്ങനെ ഇത് പാർക്കിൽ നമ്മളെ പോർച്ചിലൊക്കെ ഇടുന്നതായിട്ട് ടൈലിട്ടതാണ്. കസേരയൊക്കെ കുറച്ചധികം കാണാം. ഇനി കട്ടിലെന്ന് പറഞ്ഞാൽ അനിയൻ്റെ കട്ടിലേനു. ഓന് കട്ടിൽ വേണ്ട, നിലത്താ കിടക്കുന്നതെന്ന് മറ്റേ കട്ടിലെടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഓൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഓൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഇത്രയും കോലായി എന്നൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ അത്രയും സൗകര്യം കുറവാണല്ലോ. അപ്പോൾ പുറത്തിങ്ങനെ നമ്മൾ പിന്നെയും കൂട്ടി അങ്ങനെ ബിൽഡിങ് റൂമായിട്ടൊന്നും എടുക്കുക
വലിയ എക്സ്പെൻസീവും ആവും. അതിന് ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളാണ്. എൻജിനീയർ അത് വേണം ഇത് വേണം ബീം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കൂട്ടിങ് എടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് വിശാലമായൊരു സ്ഥലം വേണം. അപ്പോൾ അവ ഇപ്പം കുറച്ച് വലുതായാലൊക്കെ അവൻ ഓടി കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഇവിടെ വേണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നതിനെക്കാട്ടും പുറത്തിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, ഒരു വൈബ്. പിന്നെ ഇതെൻ്റെ മാത്രം ഇഷ്ടത്തിന് ഉണ്ടാക്കിയ ഒരു തണയാണ് ലൈനോ. എനിക്കിഷ്ടമുണ്ടോ തണ? അപ്പോൾ ഈ തണയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആടെ ഇങ്ങനെ ചാരി ഇരുന്നിട്ടൊരു കട്ടൻ ചായയെല്ലാം കുടിച്ച് പിന്നെ വാവയും പിന്നെ ഇവിടെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്രില്ലിങ്ങനെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചെടികളിങ്ങനെ തൂക്കിയിടണം. പിന്നെ ഇവിടെ മൊത്തം ഗ്രില്ലിടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിലൊക്കെ നടക്കും. പിന്നെ നമുക്ക് വീട്ടിൻ്റെ ഊഞ്ഞാലിന് ഭയങ്കര പൈസ ആവുള്ള 25,000 റുപ്യയെല്ലാം ഉണ്ടാവല്ലോ. 15,000-നൊക്കെ ഊഞ്ഞാലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ഹാള്, നമ്മൾ ഖുർആനൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഇത് ഇവള് ശരിക്കും പറയാൻ ചെയ്തൊരു ബുക്ക് വെക്കുന്ന സ്റ്റാൻഡാണ്. ഇവള് പാത്രം വെക്കണം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന എന്താ പാത്രമൊക്കെ ഇഞ്ചത് എന്നൊക്കെ ഉണ്ടോ? പിന്നെ നമ്മൾ രണ്ടും ഒന്നല്ലടി. ഇനി എന്നെ ഇങ്ങനെ പിരിച്ച് നിങ്ങൾ വേറെ ഞാൻ വേറെ എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് സുഹൃത്തുക്കളെ? ഇതെന്ന് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കും, നമുക്ക് പിന്നെ അടികൂടാം. അപ്പോൾ ഇതാ 2 റൂമാണ് ഇവിടെ ഉള്ളത്. ഈ റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈവുഡ് കൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അന്നേരം അങ്ങനെയാണ് വിചാരിച്ചത്. ഭാവിയിൽ ഇതങ്ങ് എടുത്താൽ ഇവിടെ ഒരു വലിയ ഹാളാവുമല്ലോ, പിന്നെ കൂട്ടിയെടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇനി എന്തായാലും വീട് കൂട്ടിയെടുക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ഇപ്പോൾ ഇത് അനിയൻ്റെ റൂമാണ്. അവന് കട്ടിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിലത്താണ് ഇതൊക്കെ ഇട്ട് കിടക്കുന്നത് കേട്ടോ. ഓൻ്റെ ഇഷ്ടം പോലെ കിടന്നോട്ടെ. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമാണിത്. പക്ഷേ അവിടെ വാവ ഉറങ്ങുന്നതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കയറുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ചുമര്. ഈ നല്ല രീതിയിൽ ജമാലൊക്കെ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കി. ഈ ജമാൽ കൂമ്പാറ മുപ്പറേന് ഇവിടുത്തെ പെയിൻറ്റർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ. ഇപ്പോൾ നല്ല ഡിസൈനില്ലേ, വാൾപേപ്പർ ഒട്ടിച്ച പോലെ ഇല്ലേ, നല്ല അടിപൊളി പെയിൻ്റാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ബരുവാനുണ്ട്, അതവിടെ വെച്ചതാണ്. മിന്നുവൻ എന്തൊക്കെയോ മോഡലായിട്ടുള്ള വാഷ് ബേസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഫ്രാൻസിൽ വിളിച്ച് ഓർഡർ കൊടുത്തേക്ക് അല്ലേ, അത് വരട്ടെ. അങ്ങനെ പറയരുത്, അതിന് പകരം വേറെന്തെങ്കിലും പറയുക. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരേ കൂടലിന് ഇഞ്ചാടുന്ന് തന്നല്ലേനോ ഈ ടേബിള്. ഈ സോഫയോ നമ്മൾ വാങ്ങിയല്ലേ, ആരോ സ്പോൺസർ ആയിരുന്നു. അന്നേരം ഞാൻ ഇവളോട് പറഞ്ഞല്ല കുഷ്യനുള്ള സോഫ വേണമെന്ന്. അപ്പോൾ ഇവള് പറഞ്ഞ് അത് വേഗം അങ്ങ് പോയി പോകും. എനിക്ക് ഇങ്ങനത്തെ സോഫ ശരിക്കും ഇഷ്ടമില്ല, ഇരുന്നാൽ അങ്ങ് താണുവാണ്. ഇരുന്നാൽ അങ്ങ് താണുവാണ് നല്ല സുഖത്തിൽ. ഇതെന്താ ഇത് ഇരുന്നാൽ വേണ്ടിയാവും. ജോലിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചൺ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കിച്ചൺ ആയിരുന്നു ഇത് കേട്ടോ. ലൈറ്റ് ഇട്ടോ, എല്ലാ ലൈറ്റെല്ലാം ഇട്, വെളിച്ചം വെക്കട്ടെ. അപ്പോൾ ഈ ഒരു കിച്ചണിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്ത, യൂട്യൂബിൽ വന്നപാട് ഫസ്റ്റ് വർക്ക് ചെയ്തതാണ് ഈ ഫാബ്രിക്കേഷൻ്റെ. അപ്പോൾ ഈ കിച്ചണിൽ 4 ആൾ വന്നാൽ അങ്ങ് ഇതായിപ്പോവും, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു അല്ലേ. അത്രക്ക് ഒന്നിനും തിരിയാനും അറിയാനൊന്നും സ്ഥലമില്ലാത്തപ്പോൾ ഈ കിച്ചണിൽ തീരെ സൗകര്യമില്ലായിട്ട് ഒക്കെ എപ്പോൾ എനിക്ക് ഞാൻ എന്തോ ഒരു നെഗറ്റീവ് ആയിരുന്നു. ആരെ ഇവിടെ വരുവാനും തമ്മേക്കുമല്ല എന്താ ഉള്ളതല്ലേ. ഇവിടെ ഒന്നിനും സ്ഥലമില്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പരാതികളതിന്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് ലേശം ഒരു കിച്ചൺ ഇങ്ങോട്ടും എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഇത്രയും. അപ്പോൾ വാവ എണീച്ചിട്ടോ, എൻ്റെ കുക്കുരു വാവ എണീറ്റിക്കേ വേഗോ. വാവേനെ വീഡിയോ കാണിച്ചാൽ അന്ന് എനിക്ക് കരച്ചലോ ഇതുമായിരിക്കും. വാവേനെ ഇനി കാണിക്കണ്ടെന്ന് വിചാരിച്ച അതിന് ഇല്ലേ. വാവേനെ കാണിച്ച അന്നേരം തുടങ്ങും കണ്ണേറാണോ ഏറ്റാ അങ്ങോട്ട് നോക്കണ്ട, പിന്നെ ക്യാമറ കാണിക്കൂല, ഞാൻ അത് പറഞ്ഞല്ലേ. കരയണ്ട മുറ്റവ കരയൻ്റെ. അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് ഇവിടെ അല്ലേനോ. അപ്പോൾ ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ആദ്യം ഞങ്ങൾ ഇവിടെ ഒരു
പിന്നെ ആടെ ഒരു തിരുമ്പുന്ന കല്ലുണ്ടായിരുന്നു. തിരുമ്പുന്ന കല്ല് പൊളിക്കണോ മാണ്ടിയോന്ന് കൊറേ ആലോചിച്ച് നിന്നതേനു അല്ലേ? പിന്നോ അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, നല്ലല്ലേ, പൊളിച്ചാളുണ്ട് അതിന്റെ അപ്പുറത്ത് വരെ അടുപ്പിച്ചെടുക്ക, അങ്ങോട്ട് തിരുന്ന് തിരുമ്പാന്നൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ട്? അങ്ങോട്ട് ഓർമ്മയുണ്ട്. കാരണം തിരുമ്പുന്ന കല്ലും അതുപോലെ ഇവിടെ പിന്നെ വിറകടുപ്പും ഒക്കെ ജേഴ്സി കൊണ്ട് നേരത്തെ ഒരു തെങ്ങും അങ്ങ് പോയിക്ക് അല്ലേ? അവസാനം ഈ ഒരു തെങ്ങ് നമ്മള് നിലനിർത്തിയത് കേട്ടോ. അതാടെ വെച്ചോണ്ട് കിച്ചൺ എടുത്താൽ വിചാരിച്ച അത്ര വലിപ്പം കിട്ടൂല. അതെ, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാതി. അതെ. പിന്നെ സ്റ്റാൻഡോട് വന്നാൽ നമുക്ക് തീരും വെളുപ്പം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശരിയാ. അങ്ങനെ പൊളിച്ച് കണ്ട് അത് ഇതായി. പിന്നെ ഈ തെങ്ങ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ തെങ്ങിന്റെ വില കൂടിയപ്പോഴാണ് ഇത് ഇതാക്കാത്തതിനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. നല്ല രീതിയിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നല്ല മിനുസാക്കിക്ക് ഇവിടെ നല്ലോണം മിനുസാക്കുന്ന ഒരാളതിനുള്ള. അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ മിനുസാക്കിയിട്ട് ഉള്ള ഒരു വർക്കറായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിൽ നമ്മൾ ഔട്ട് കിച്ചൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഗ്രില്ല് ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ കിട്ടിയതാണ് ഈ ഗ്രില്ല്. ഇത് നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങി. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഗ്രില്ല് കിട്ടുകയാണ്. നല്ലോണം പെയിൻ്റ് അടിച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ എന്തിനാ വെറുതെ പുതിയത്? ഇല്ല വാവേ, എമി വാവേ, കുക്കുരു എൻ്റെ ഒങ്ങി എണീറ്റതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ അവനുള്ളത്. അപ്പോൾ ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ബടക്കായ വാഷിംഗ് മെഷീനാണ് ഉള്ളത്. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് തിരുമ്പാനുള്ളതും ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് ഈ കങ്ങ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും കണ്ണു വെക്കല്ലേ, ആകെ ഇതാ മനസ്സിലുള്ള. നാളെ യൂട്യൂബ് ഒന്നും ഇല്ലാണ്ടാകുന്ന ഒരു കാലത്ത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു അടക്ക പറിച്ച് വിറ്റ് ജീവിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആടെ ഒന്നുകൂടി ഉണ്ട്. 3 എണ്ണം വെച്ച് അതിനാണ് നിങ്ങൾ ഈ പോയത്തക്കാനും 2 കങ്ങുണ്ടല്ലാനേ ആടാന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുരയിൽ വന്ന് ഞാൻ കുത്തിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇതുകൊണ്ട് ജീവിക്കാൻ ഞാൻ ചിന്തിക്കുന്നതാണ്. എടുത്തതായിട്ട് നമ്മൾ ഇതിലോട് ഇങ്ങ് വന്നാൽ ചെരുപ്പായിട്ടാണ്ട് ഇപ്പം അങ്ങോട്ട് പോയാൽ ഇവിടെ ഇങ്ങനെ ചൊറിയും. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഇവിടെ ലേശം ഒന്ന് മിനുസാക്കിക്ക്. ഇതാ നമ്മൾ നിങ്ങൾ ഹൈറ്റാ പോരയൊന്നുമല്ല, ഇവിടെ ഹൈറ്റൊക്കെ പോരയാ. നമ്മളിപ്പോൾ സിങ്കിലേക്ക് മാത്രം വെള്ളം വരണ്ടെങ്കിൽ ഇതങ്ങ് ക്ലോസ് ചെയ്താൽ സിങ്കിലേക്ക് മാത്രം വരും. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇതെല്ലാം പുതിയ ടെക്നോളജിയാണ് കേട്ടോ. സിങ്ക് മാത്രമായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം, സിങ്കിൽ മാത്രം. പുതിയ ടെക്നോളജിയാണ്, അതുപോലൊന്നും കണ്ടിട്ടുണ്ടാകുകയല്ല. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ അയിൽ കെട്ടുവാനുള്ള ഇങ്ങനെ ഇതാക്കി കേട്ടോ. പുറത്തേക്കൊക്കെ ഉണ്ട്, 2 ഭാഗമുണ്ട്. ഈ ഭാഗമുണ്ട്, ഈ ഭാഗം 2 ഭാഗമുണ്ട് അതിൽ. പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള 2 ഹുക്കാട് ഇട്ട് വെച്ചിരിക്കുക. അതായത് മോപ്പൊക്കെ ഇങ്ങനെ കൊളുത്തിയിടാൻ. അതൊന്നും ഓലാട് ഉണ്ടാവില്ല, ഓലൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആക്കാം കേട്ടോ ആണെങ്കിൽ. എന്താ നമ്മളെ ഹാളിലുള്ള ഒരു ടേബിൾ ഫാനേന് ഇതൊന്ന് തട്ടിക്കൂട്ടി വെളിച്ചാക്കിയിട്ട് ഇവിടെ വെച്ചതാ. ഇതെന്നാ ഓന്ന് തുടച്ചിക്ക്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സ്വിച്ച് ഇട്ടാൽ കറങ്ങും. പണ്ട് സ്വിച്ച് ഇട്ടിട്ട് ആടെ വലിക്കണേനല്ലോ, അതൊന്നും വേണ്ട. സ്വിച്ച് ഓഫ് ആക്കിയാൽ ഓഫാവും. നല്ല വെറൈറ്റിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് തിരിയുമല്ല, അങ്ങനെയുള്ളൊരിതുണ്ട്. അപ്പോൾ കാറ്റ് പല വഴിക്ക് പോകും. നമ്മൾ കാറ്റിന് നമുക്ക് പിടിച്ചു വെക്കാനാവോ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത് ആ ദിശയിലേക്ക് കറക്റ്റ് അടുപ്പിലേക്ക് എന്തെങ്കിലും അടുപ്പിൽ വെച്ച് അങ്ങ് കെട്ടുമോ അതിന് വെക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക്കേഷൻ്റെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ അങ്ങ് ലോക്കാക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ മിന്നുവിന് ഇവിടെ എന്തോ ചുമരുമ്പൽ എന്തോ തുളച്ച് വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിക്ക്. ഇൻഷാ അല്ലാഹ് ആകുന്ന കാലത്ത് ആകുമായിരിക്കൂലേ? ആകുന്ന കാലത്ത് നമുക്ക് എന്തോ ഒന്ന് ചെയ്യല്ലേ അമ്മി ബാവേ? നമ്മൾ ആയിക്കിൻ്റെ നമുക്ക് എന്തോ ഒന്ന് ചെയ്യല്ലേ? ബാവ വലുതായിട്ട് പനിക്ക് പോയിട്ട് അതൊക്കെ ചെയ്യോ? നീ നാളെ നോക്കുമോ? എന്തോ നീ നോക്കുന്നുണ്ടോ? കുക്കുരുവേ പണ്ടാരവാവേ കുക്കുരുവേ സുന്ദരാ. പിന്നെ സുന്ദരാ മടക്കി വെക്കുന്ന ടേബിള് അതുപോലെ അഭിപ്രായം ഇവക്ക് എന്ന് പറഞ്ഞാല് ഫുഡ് ഏടം വരെ വേണോ? അതായത് കഴിച്ചിട്ട് മടക്കിയിട്ട് കട്ടിൻ്റെ തൊട്ട് കാറ്റം കൊണ്ടാക്കും, അങ്ങനെയാ? ചുമരുമലയൊക്കെ മടക്കുന്നേ. ഇവിടെ ചുമരി ഇങ്ങനെ തുളക്കുമാറ്റം വേണോ? മടക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഭദ്രമായിട്ട് അങ്ങനെ എന്തെങ്കിലും വേണോ? നല്ലോണം എങ്ങനെയാ പറയണ്ടേ? അതായത് ഫ്രണ്ട്സ് മിന്നെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ചോറ് തിന്നു കഴിഞ്ഞാൽ ഒരു കൊളുത്താക്കിയിട്ട് കിരീവിന്റെ മടക്കി ഇവിടെ ഇങ്ങനെ ചുമരിന് പറ്റിച്ചു കൊടുക്കും അല്ലേ? അങ്ങനല്ലേ?
എല്ലായിടത്തും ആടെ തൊടിക്കുമ്പോ അങ്ങോട്ടാവും ഇങ്ങനെ നോക്കിയുണ്ട്. അത് എന്നിട്ട് അതിന് ശേഷം നമ്മൾക്ക് ആര് പുരയിൽ വന്നാലും എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിലും പിന്നെ അടുക്കളയെന്നായിരിക്കും കേട്ടോ ഭക്ഷണം ഉണ്ടാകുക. പറഞ്ഞത് നമ്മള് ഡെയിലി ഫുഡ് കഴിക്കുന്ന കാര്യമാണ്. ആണ് ഇടക്കും തലക്കും വരുന്നവർക്ക് ആടുന്ന് കൊടുക്കും അല്ലേ? അല്ല വരുന്നവർക്കല്ല പറഞ്ഞത്. ആ നമുക്ക് എന്റെ ഉമ്മയും പറയുന്ന കേട്ടോ നോമ്പിനൊക്കെ ഉണ്ടല്ലോ, 3 ആൾക്കും നോമ്പ് തുറക്കാൻ നമ്മൾ ആദ്യം നോമ്പ് തുറക്കാൻ കടി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കല്ലേ, അപ്പൊ അതിനൊക്കെ 3 ആൾക്കൂടെ അതിനെ കഴിക്കാനുള്ള അങ്ങനെ മമ്മിവാവ ചോദിക്കുന്നു വാപ്പി എന്നെ കഴിച്ചിന്നെ ഇനി മമ്മിവാവേനെ അധികം എടുത്തോടാ, നിങ്ങൾക്ക് വാവേനെ കാണാറ് പിന്നെ വാവക്ക് എന്തൊക്കെയോ വാങ്ങുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളിങ്ങനെ മടക്കുന്ന അതാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. അപ്പോൾ ഈ മടക്കി ഇപ്പോൾ ഇത് ചോറ് തിന്നുന്ന സമയത്ത് അർജന്റായിട്ടൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനാകുമല്ലോ അല്ലേ? ഇതിൽ ഇറങ്ങിയിട്ടില്ലേ? പറ്റും. എന്തായാലും 2 ഡോറ് വെച്ചേ നന്നായിരിക്കും. റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ വരുവാനാ, ഈ ഗ്യാസിന്റെ ടൈമിൽ തട്ടുവോ? റൗണ്ട് ആ ചതുര സുഖം മടക്കുവേ. ഇതാരാ ഉണ്ടാക്കുന്ന ആൾക്കാർ? ആശാരിമാറാ? പിന്നെ സൗകര്യം നമ്മളെ ആവശ്യം അനുസരിച്ച് അവർക്ക് പറഞ്ഞു. ആശാരിമാറാ ഇത് ചെയ്യാ? ഫാബ്രിക്കേഷൻ്റെതാ ചെയ്യണ്ടേ? അത് മതി, അധികം വെയിറ്റ് ഉള്ള സാധനം ചെമ്പൊന്നും കൊണ്ട് കയറ്റിയപ്പോല. എന്റെ മോളെ ഞാനൊരു പ്ലേറ്റ് നിറച്ച് ചോറെല്ലാം എടുക്കുവേ, അതെല്ലാം താങ്ങാൻ പറ്റുന്നതായിരിക്കണം. സംശയമാണ് നിങ്ങളെ പ്ലേറ്റ് ചോറായി വെക്കാൻ കഴിയോന്ന്. വേണ്ട. അപ്പൊ വേറെന്നാ എനിക്ക് വേണ്ടിയേ? വേറെന്തേനും പറഞ്ഞേ? അതിലുള്ളൂ. ഇവിടെ അതുപോലത്തെ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ തൽക്കാലം അത്രയേ ഉള്ളൂ, വേറൊന്നും ഇല്ല. നമുക്ക് ഇതങ്ങ് നിർത്തി കളയാം, ഇല്ലെങ്കിൽ ഇടങ്ങാറാണ്. അപ്പോൾ അത് ഇത് നല്ല മറ്റു വീഡിയോയിൽ ഇങ്ങനെ പറയും, പിന്നെ നിങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അന്ന് പിന്നെ ചോദിച്ചാൽ അത് വെച്ചില്ലേനോ ഇനിയും, അതുകൊണ്ട് അതിനെന്തിനാ ഇടവരുത്തുന്നത്? അപ്പം ഞങ്ങൾ നിത്യാൻ കുക്കുരുവോ വരാൻ നോക്കുന്നേ പൊന്നാവേ. അപ്പം ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു വീട് എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഇതുമുണ്ട്. കാരണം അന്നേരമൊക്കെ ഓരോ പൈസയും എങ്ങനെ ലാക്കിയെന്നില്ലേ നമുക്കറിയാം ഓരോന്നും. എന്താ ഒന്നും പറയണ്ട. നമ്മൾ ഫസ്റ്റ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആത്മബന്ധമുള്ള നമുക്ക് ഒരു ആത്മബന്ധമുള്ള ഒരു സംഭവമായിരിക്കും ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന വീട് എന്ന് പറയുമ്പോൾ ഇല്ലേ? അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്തൊരു വീടാണ്. അപ്പോൾ ഇതെന്താ സൗകര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ പോരെ അല്ലേ? ഇനിയിപ്പോൾ നാളെ എന്തിനാ വെറുതെ കടാക്കിയിട്ടൊക്കെ നമ്മൾക്ക് വലിയ പൈസ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ രീതിയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിനനുസരിച്ച് നമുക്ക് വീടൊക്കെ എടുക്കാം, നമുക്ക് അങ്ങനെ ഒക്കെ നോക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ അടുത്ത് പൈസയും ഇല്ല, നമുക്ക് മറ്റുള്ളവരെ പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട് എടുക്കണം, എന്നിട്ട് നാട് മൊത്തം കടവും ലോണും എടുത്തിട്ട് അപ്പോൾ കിടക്കാൻ സമാധാനമില്ല. അവിടെ ഒന്ന് പെയിൻ്റ് അടിക്കണമെങ്കിൽ അടവിന് പൈസ എടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ എടുക്കാത്തല്ല നല്ലേ. നമ്മളൊരു പുര എടുത്ത് അവിടെ പെയിൻ്റ് അടിക്കുവാൻ നമുക്ക് കാണണം, അടുത്ത മെയിൻ്റെനൻസും കറണ്ട് ബില്ലും എല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. അതായത് സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ വീടാണെങ്കിൽ നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് വരുമാനം ഉള്ളതിനനുസരിച്ചുള്ള വീടേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ. അത് നിങ്ങളൊരു മെസ്സേജ് ആയിട്ട് തന്നെ എടുത്തോ, നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞാണ്. ഓക്കെ, ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ നിർത്താണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ വരാനുണ്ട്. മിന്നുവിൻ്റെ കോപ്രായങ്ങൾ അല്ല ബുദ്ധി എന്ന മിന്നു ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചെയ്തിട്ട് കൂടാ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.